നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ദാരുണ കാഴ്ച പഴഞ്ഞിയിൽ. മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷവും ഫുഡ് ഫെസ്റ്റും നടന്നു. വടക്കേക്കോട്ടൂരിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു. പഴഞ്ഞി ശ്രീ മങ്ങാട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന യാക്കൂബ് മാർ പോളികാർപ്പോസിന്റെയും ദീർഘകാലം ഇടവക വികാരിയായിരുന്ന ഫാദർ CT ജോസിന്റെയും ഓർമ്മ സംയുക്തമായി ആഘോഷിച്ചു. കാട്ടകാമ്പാൽ YMCA 30ാം കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ദാരുണ കാഴ്ച പഴഞ്ഞിയിൽ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദാരുണമായ ഒരു കാഴ്ച പഴഞ്ഞിയിൽ. മനുഷ്യ മനസ്സിന്റെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള ഒരു ദാരുണ കാഴ്ചയാണ് പഴഞ്ഞി സെന്റ് മേരീസ് റോഡിൽ കാണുന്നത്. ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാലത്ത് പഴഞ്ഞിയിലെ ഫുട്ബോൾ മൈതാനങ്ങളിൽ മിന്നുന്ന സാന്നിധ്യമായിരുന്ന ബാബു എന്ന വ്യക്തി ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ ഒരു കഥയിലെ പോലെ അവിശ്വസനീയമാണ്. ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ ഏകനായി കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തെ കുറിച്ച് ദിവസങ്ങളായി പുറത്തു കാണാനില്ലാത്തതിനാൽ ചില ഓട്ടോറിക്ഷ സുഹൃത്തുക്കളാണ് ഇദ്ദേഹത്തെ അന്വേഷിച്ചെത്തിയത്. ആരും പരിചരിക്കാനില്ലാതെ ബാത്റൂമിലാണ് ഇദ്ദേഹം കിടന്നിരുന്നത്. ഒരു വ്യക്തിയുടെ ദയനീയാവസ്ഥ ഏറ്റവും വ്യക്തമാക്കുന്നതായിരുന്നു ഇവിടെ കാണാൻ സാധിച്ചത്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ പഴഞ്ഞിയിലെ പോലെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഇങ്ങനെ ജീവിതം നയിക്കുന്നത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. സമൂഹത്തിലെ സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരാണ് ഇദ്ദേഹത്തിന് ആവശ്യമായ താൽക്കാലിക സഹായങ്ങൾ നൽകിയത്. ഓട്ടോ ഡ്രൈവർമാരായ അനിൽ, ബാബു, മറ്റു സുഹൃത്തുക്കൾ എന്നിവരുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണ്. മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത പൊതുസമൂഹം ഈ വാർത്തയിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. അപ്പോ അവര് കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ വിളിച്ചപ്പോ വേണ്ടി അപ്പൊ ഞാൻ വല്ലതും കഴിച്ചു ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചായയും പെന്നും കൊടുന്നിട്ട് നീക്കാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല, മൂത്രത്തിലാണ് കിടക്കണത്. ഒന്നും നോക്കിയില്ല, പിടിച്ച് ഇരുത്തി നീപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് ചായയും ഒരു ബെന്നും 2 ഗ്ലാസ് ചായയും കുടിച്ചു. അങ്ങനെ എടുത്ത പിന്നെ ഇന്നലെ വന്ന് നോക്കി ഞാൻ. എന്നിട്ട് മെമ്പറോട് പറഞ്ഞു, വാർഡ് മെമ്പറുണ്ട് മണികണ്ഠനോട് പറഞ്ഞു. മണികണ്ഠൻ പറഞ്ഞു, അല്ല മണികണ്ഠേട്ടൻ പറഞ്ഞു ഹെൽത്തിൽ ഞാൻ അറിയിക്കുന്നുണ്ട് വരണ്ടേന്ന് പറഞ്ഞു. ഇന്നലെ കണ്ടില്ല. അതാണ് ഞാൻ ഇത് ഇവിടെ നിങ്ങളോട് വന്നിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ടല്ല, അവരോടും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം ഇതിന് വേണ്ടിയിട്ട് ഇതാകണു. പക്ഷെ ഒരാളും നോക്കണില്ല. കാരണം എല്ലാവരും ഇയാള് ചീത്ത അറിയാ. പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോകുക ഇയാള് സമ്മതിക്കില്ല, ദൈവം നോക്കുന്ന പറയണത്. ഒരാളും കൊണ്ടുപോണ്ടെന്ന് പറയും. എന്ത് ചെയ്യും? നമുക്ക് പറ്റില്ല, എത്രയായാലും മനുഷ്യനല്ലേ, മാറിയിട്ടെടുക്കാൻ പറ്റില്ല. എന്താ ചെയ്യാ? എന്തെങ്കിലും ഒരു പരിഹാരം ബന്ധപ്പെട്ട അങ്ങോട്ട് വണ്ടി വിളിക്കാനൊക്കെ വരും ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ ഇയാള് സ്വദേശി എവിടെ? ഇവിടെ സ്ഥലമാണ്. ഇയാളെങ്ങനെ ബന്ധുക്കള് സ്വന്തക്കാര് അപ്പനും പെങ്ങളൊക്കെ ഉണ്ട്, അമ്മയൊക്കെ ഉണ്ട്. അവര് മരിച്ചു. പിന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു, അവര് മദ്രാസിലായിരുന്നു. ഏട്ടനും മരിച്ചു. മൂപ്പര് മക്കള് ഇപ്പൊ അവിടെ ഉണ്ട് തോന്നുന്നു. അതെന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. അടുത്ത ആൾക്കാരോട് ചോദിക്കണം. പൈസക്ക് നല്ല മതി കഴിച്ചിരുന്ന. പക്ഷെ ഇത് ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യാ? സംഭവിച്ചതേ എന്നിട്ട് വന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത് വണ്ടിക്ക് വിളിച്ച് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചാൽ ഇങ്ങനെ കിടക്കണ കിടപ്പ്. പിന്നെ കാണാതെ അന്വേഷിച്ചതാ. പിന്നെ ആളെ കാണാൻ ബാബട്ടാ ഈ സ്ഥലം ബാബേട്ടന്റെ സ്ഥലം തന്നെയാണല്ലേ? സ്ഥലത്താണ് ഇപ്പൊ ഈ
മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷവും ഫുഡ് ഫെസ്റ്റും നടന്നു. മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ സുവർണ ജൂബിലി ആഘോഷവും ഫുഡ് ഫെസ്റ്റും നടന്നു. മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷവും ഫുഡ് ഫെസ്റ്റും നടന്നു. പരിപാടികൾക്ക് പ്രസിഡന്റ് ഫാദർ VM ശാമുവൽ, ജനറൽ കൺവീനർ AG ജിൻഡോ, പ്രോഗ്രാം കൺവീനർ സ്റ്റീഫൻ പുലിക്കോട്ടിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. വടക്കേ കോട്ടൂരിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു. വടക്കേ കോട്ടോലിൽ ക്രിസ്മസ് പുതുവത്സര ദിനാഘോഷ പരിപാടികൾ നടന്നു. വടക്കേ കോട്ടോലിലെ 4 അംഗനവാടികളിൽ നിന്നായി നിരവധി കുരുന്നുകൾ ക്രിസ്മസ് പുതുവത്സര ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കലാപരിപാടികളിൽ പങ്കെടുത്തു. പഴഞ്ഞി ശ്രീ മങ്ങാട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രം. പഴഞ്ഞി ശ്രീ മങ്ങാട്ടും തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തി നിർഭരമായി. വർഷം തോറും നടത്തിവരാറുള്ള പഴഞ്ഞി ശ്രീ മങ്ങാട്ടും തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കിന് വൈകിട്ട് 6:30 താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും പഞ്ചവായത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അരിവായ് ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് പഴഞ്ഞി ശ്രീ മങ്ങാട്ട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശേഷം ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, അയ്യപ്പൻ വാവർ സംവാദം എന്നിവ ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. MAB Bank Home, ground floor, MAB Arcade, Jerusalem, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB Bank Home ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB Bank Home, ground floor, MAB Arcade, Jerusalem, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം.
വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. ഫോർ ഷീ കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന യാക്കൂബ് മാർ പോളികാർപ്പോസിന്റെയും ദീർഘകാലം ഇടവക വികാരിയായിരുന്ന ഫാദർ CT ജോസിന്റെയും ഓർമ്മ സംയുക്തമായി ആഘോഷിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന യാക്കോബ് മാർ പോളികർപ്പോസിന്റെയും പള്ളിയിൽ ദീർഘകാലം വികാരിയായി സേവനമനുഷ്ഠിച്ച റവറന്റ് ഫാദർ CT ജോസച്ചന്റെയും ഓർമ്മ സംയുക്തമായി ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വികാരി റവറന്റ് ഫാദർ KI ഏലിയാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പള്ളി ട്രസ്റ്റി ഗോഡ്സൺ സക്കറിയ, റേഷ് P താവു, ബ്രൈറ്റ് K തോലത്ത്, CM ശ്യാമള, ജിയോ ഡേവിസ്, സജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. കാട്ടകാമ്പാൽ YMCA 30ാം കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ YMCAയുടെ 30ാം കുടുംബ സമ്മേളനം നടന്നു. കാട്ടകാമ്പാൽ YMCAയുടെ 30ാം കുടുംബ സമ്മേളനം കാട്ടകാമ്പാൽ YMCA ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ പുതുതായി പട്ടമേറ്റ റവറന്റ് ഫാദർ ഗീവർഗീസിന് സ്വീകരണം നൽകി. IMA അവാർഡ് ജേതാവായ ഡോക്ടർ CP രാവുണ്ണിക്കുട്ടി, ഡോക്ടർ ഗീതാ ദേവി എന്നിവരെ പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പഴഞ്ഞി ബ്രദേഴ്സിന്റെ ഭക്തിഗാന ശുശ്രൂഷയും നടന്നു. കാട്ടകാമ്പാൽ YMCA പ്രസിഡന്റ് PJ ചാൾസൺ, CC മോഹനൻ, ജോൺ P എബ്രഹാം, KI ജോസഫ്, സെക്രട്ടറി തമ്പി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MAB ആർക്കേഡ് മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K ജയശങ്കർ നിർവഹിച്ചു. ജെറുസലേം MAB ആർക്കേഡിൽ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നറുക്കെടുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. MAB ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ദാരുണ കാഴ്ച പഴഞ്ഞിയിൽ. മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷവും ഫുഡ് ഫെസ്റ്റും നടന്നു. വടക്കേക്കോട്ടൂരിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു. പഴഞ്ഞി ശ്രീ മങ്ങാട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന യാക്കൂബ് മാർ പോളികാർപ്പോസിന്റെയും ദീർഘകാലം ഇടവക വികാരിയായിരുന്ന ഫാദർ CT ജോസിന്റെയും ഓർമ്മ സംയുക്തമായി ആഘോഷിച്ചു. കാട്ടകാമ്പാൽ YMCA 30ാം കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.